കൊതുക് കടിയേറ്റ് രാത്രി ഉറങ്ങാൻ പറ്റാതെ വിശറി കൊണ്ട് വീശിത്തളർന്ന 1000 വർഷം മുൻപത്തെ ഒരു കൊട്ടാരത്തിലേക്ക് നിങ്ങളൊരു ഇലക്ട്രിക് കൊതുക് ബാറ്റുമായി ചെന്നാൽ എന്ത് സംഭവിക്കും? തൊട്ടാൽ നീള വെളിച്ചത്തിൽ തീപ്പൊരി പാറുന്ന ഈ മാന്ത്രിക ബാറ്റ് കണ്ട് അവർ തീർച്ചയായും ഞെട്ടിപ്പോവും. വാളും കുന്തം കൊണ്ട് വലിയ രാജ്യങ്ങൾ കീഴടക്കിയ രാജാവ് ഇപ്പോൾ ഇതാ ഈ ഒരു കുഞ്ഞു കൊതുകിൻ്റെ മുമ്പിൽ തോറ്റ് വേർത്ത് കുളിച്ചു നിൽക്കുകയാണ്. വിറകുകൊള്ളിയില്ലാതെ തീ തുപ്പുന്ന ഈ ബാറ്റ് കണ്ട് രാജാവ് ഞെട്ടി വിറണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബാറ്റിൻ്റെ ബട്ടൺ അമർത്തി വായുവിൽ പറക്കുന്ന കൊതുകിനെ നേരെ വീശുന്നു. പടപടാന്ന ശബ്ദത്തോടെ നീല തീപ്പൊരി പാർന്നത് കണ്ട് മന്ത്രിയും പടയാളികളും പിന്നോട്ട് മാറുന്നു. ഇദ്ദേഹം വായുവിൽ പറക്കുന്ന അദൃശ്യ പിശാചുകളെ മിന്നൽ കൊണ്ട് ചുട്ടു കൊല്ലുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ബാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ചെറിയ ഒരു ശബ്ദമുണ്ടല്ലോ, അതിൽ ഏതോ ഒരു വണ്ട ഒളിച്ചിരിപ്പുണ്ടെന്ന് പടയാളികളും പറയുന്നു. ബാറ്റിൻ്റെ തിളക്കം കണ്ട് അത്ഭുതപ്പെട്ട ഒരു പടയാളി അതിൽ വിരൽ വെക്കാൻ നോക്കുന്നു. നിങ്ങൾ ഉടനെ പറയും, ഇതിൽ തൊട്ടാൽ ഇടിമിന്നലേറ്റ് മനുഷ്യൻ ഭസ്മമായി പോകുമെന്ന്. പേടിച്ചു പോയ അയാൾ പെട്ടെന്ന് പുറകോട്ട് കൈവലിച്ച് നിലത്തോട്ട് വീഴുന്നു. ഇത് ഈച്ചകളെ പിടിക്കുന്ന യന്ത്രമല്ല, ആകാശത്തെ ഇടിമിന്നലിനെ തടവിലാക്കിയ മാന്ത്രിക വലയാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത് കേട്ടതും കൊട്ടാരം മൊത്തം നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാ കൊതുകുകളെയും കൊന്ന സന്തോഷത്തിൽ രാജാവ് ആ ബാറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒന്ന് തൊട്ടു നോക്കുന്നു. ഒരു പടയാളിയാണെ അതിൻ്റെ ഓൺ ബട്ടൺ അറിയാതെ ഞെക്കുകയും ചെയ്യുന്നു. രാജാവിനാണെ ഷോക്കും അടിക്കുന്നു. അന്നേരം രാജാവ് വിളിച്ച നിലവിളി സത്യം പറഞ്ഞ കൊട്ടാരത്തിൽ ഇതിനു മുമ്പ് ആരും വിളിച്ചിട്ടുണ്ടാവില്ല. രാജാവ് നിലവിളിച്ച് ചാടുമ്പോൾ മന്ത്രി അലരും, ഇവൻ രാജാവിനെ കൊല്ലാൻ വന്ന ചാരനാണ്. ഇതിനുള്ളിൽ ഏതോ കരുനാഗം ഒളിച്ചിരിപ്പുണ്ട്, വേഗം ഇവനെ തടവിലാക്ക്. ഒടുവിൽ ചാർജ് തീർന്ന കൊതുക് ബാറ്റ് രാജാവ് തൻ്റെ തലമുടി ചെയ്യാനുള്ള പുതിയ ചീപ്പായി ഉപയോഗിക്കുന്ന കണ്ട് നിങ്ങൾ തലയിലും കൈവച്ചിരിക്കും. പടയാളികളാവട്ടെ രാജാവിൻ്റെ ആ ബാറ്റിൽ കുടുങ്ങുന്ന മുടി എടുത്തു കളയാനുള്ള തന്ത്രപ്പാടിലാണ്.